നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെ പാലക്കാട്ടെ പ്രമുഖ നേതാവും നിരവധി സമര പോരാട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുന്നണി പോരാളിയും പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിന്റെ പ്രധാന കൌൺസിലറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ഡിസിസി അധ്യക്ഷനെതിരെ പേരിൽ മാത്രം തങ്കമുണ്ടായാൽ പോരാ, സ്വഭാവത്തിൽ പോലും തങ്കമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെതിരെ നിലവിലെ കോൺഗ്രസ് കൌൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരാൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാലക്കാട് നഗരത്തിൽ മാറിയിരിക്കുകയാണ്. പ്രായരി പഞ്ചായത്തില് റോട്ടിൽ നിന്ന് തല്ലുന്നു, പാലക്കാട് നഗരത്തിനകത്ത് പാർട്ടി ഓഫീസിനകത്ത് തല്ലുണ്ടാക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വന്നിരിക്കുന്നു. നഗരസഭയിലെ കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മളെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് എന്താണ് അയോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഡിസിസി അധ്യക്ഷനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടെ നല്ലവരായ കോൺഗ്രസുകാർക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടി വിട്ട് ദേശീയതയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇന്ന് പാലക്കാട് ജില്ലാ ഓഫീസിലെ ദീർഘകാലം നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പാർട്ടിയുടെ പ്രബലനായ നേതാവായിരുന്നു ശ്രീ ശങ്കരനാരായണൻ സാറ്, മുൻ ധനകാര്യമന്ത്രി, മുൻ ഗവർണർ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ച് പാലക്കാട് നഗരസഭയിലെ ദീർഘകാലം 35 വർഷം പാലക്കാട് നഗരസഭയിൽ സേവനമനുഷ്ഠിച്ച് PA ടു സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രബലമായ കോൺഗ്രസ് കുടുംബം, കൽപ്പാത്തി മേഖലയിലെ ഉറച്ച കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുപെട്ട ശ്രീ CR വെങ്കിടേശ്വരൻ, വെങ്കിടിസ്വാമി, പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും വെങ്കിടിസ്വാമി എന്ന് പറഞ്ഞാൽ വേറെ ഒരു പരിചയത്തിന്റെയും ആവശ്യമില്ല. വെങ്കിടിസ്വാമിയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീ R വൃന്ദാലക്ഷ്മി ഒരു BA മ്യൂസിക് ബിരുദധാരിയാണ്. കൽപ്പാത്തി ഗ്രാമപ്രദേശത്ത് നിരന്തരമായി എന്നും കോൺഗ്രസ് വേദികളിൽ സജീവമായിരുന്ന, നിരന്തരമായ കോൺഗ്രസ് പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ശ്രീ വെങ്കിടി സാറും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീ R വൃന്ദാലക്ഷ്മി അവർകളും ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. BJP കുടുംബത്തിലേക്ക് രണ്ടുപേരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരെയും ഹാരാർപ്പണം ചെയ്ത് BJP കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നത് ആരാധ്യനായ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർജിയും സംസ്ഥാന ട്രഷറർ ശ്രീ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ജി രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇവർ രണ്ടുപേരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും എന്താണ് BJPയിൽ ചേരാനുള്ളതിനെ സംബന്ധിച്ച് ചെറിയൊരു ബ്രീഫിംഗ് ചെയ്യും. ഒന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ.
ഈ ഒരു അവസരത്തിലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുണ്ട്. വരാനിരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുനിന്ന് ശ്രീ ആർ വൃന്ദാലക്ഷ്മി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ്. വാർഡ് 5 കൽപ്പാത്തി. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ജി ആൻഡ് ട്രഷറർ വക്കീൽ കൃഷ്ണദാസ് ജി, ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ജി ആൻഡ് ജില്ലാ സെക്രട്ടറി ശ്രീ സ്മിതേഷ്, എൻ്റെ മുമ്പിലുള്ള BJPയുടെ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ കുടുംബസമേതം BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ചേരുവാൻ എടുത്ത തീരുമാനം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. കുറേ നാളുകളായി ഈ രാജ്യത്തെ പല വിഷയങ്ങളും കണ്ട് എങ്ങനെ പോകുന്നു ഈ രാജ്യം, ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെ പോകുന്നു എല്ലാം വിലയിരുത്തി ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ വികസനത്തിന്റെ ഒരു ഭാഗമാക്കാവാൻ തീരുമാനിച്ചു. കൂടാതെ ഞങ്ങൾ ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളും പലതും സന്ദർശിച്ച് പിൽഗ്രിമേജ് നടത്തുന്ന ഒരു വ്യക്തികൾ കൂടിയാണ്. അവിടുത്തെ ഓരോ അവസ്ഥകളും ഞങ്ങൾ മനസ്സിലാക്കി അവിടെ കിട്ടുന്ന ക്ഷേത്ര പരിപാലന ഫണ്ടുകളും കാര്യമെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരുന്നതും എല്ലാം തന്നെ ഈ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മളും ഒരു ഭാഗമാക്കാവണം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് പിന്നിലുള്ള ഒരു ചേതോവികാരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വൈകിയ വേളയിലാണെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് ഭാഗമാക്കാൻ ഉദ്ദേശിച്ചതും ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതും. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമാവാൻ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങളെ സ്വീകരിച്ചതിന് പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ഞങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ നിറയെ അമ്പലങ്ങളും ഞങ്ങൾ 108 ദിവ്യദേശങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഓരോരോ അമ്പലത്തിന്റെ ഡിലാബറേറ്റഡ് കണ്ടീഷനും അതൊക്കെ മനസ്സിലാക്കി അവരുടെ പൂജാരുടെ അടുത്തും എല്ലാം സംസാരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നടന്നു പോകുന്നത് എന്നൊക്കെ. അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് ആകെ വളരെ മനംമാറ്റം വന്നു എനിക്ക്. അതൊക്കെ മെയിൻ കാരണം അതാണ്. പിന്നെ പാലക്കാടിന്റെ വികസനം ഞങ്ങൾ ലേറ്റസ്റ്റായി 10 കൊല്ലമായി നോക്കിക്കൊണ്ടിരിക്കേണ്ട BJP ഗവൺമെന്റ് നല്ലോണം പാലക്കാട് വികസനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അവർ നല്ലോണം നടത്തി പോകുന്നുണ്ട്. ഇതൊക്കെയാ കാര്യമായിട്ടുള്ള എന്റെ മനംമാറ്റം. വെൽക്കം ടു BJP. കാര്യമായിട്ട് 10 കൊല്ലമായിട്ട് നമ്മൾ നോക്കുന്നതല്ലേ, വികസനങ്ങളൊക്കെ നമ്മൾ അറിയുന്നതല്ലേ.